നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് പാർട്ട് 4. പാർട്ട് 1, 2, 3 എന്നിവയിലായി നമ്മൾ 1 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തു. 2021 ജനുവരിയിൽ നടന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ക്വസ്റ്റ്യൻ നമ്പർ 31. ആർട്ടിക്കിൾ 145 ക്ലോസ് 3 of the Indian Constitution states that the minimum number of judges who are to sit for the purpose of deciding any case involving a substantial question of law as to the interpretation of this constitution or for the purpose of hearing any reference under Article 143 shall be option A 2, option B 3, option C 5, ഓപ്ഷൻ ഡി 9. ഇത് നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ആർട്ടിക്കിൾ 145 ക്ലോസ് 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് വായിച്ചു നോക്കുക. ദ മിനിമം നമ്പർ ഓഫ് ജഡ്ജസ് who are to sit for the purpose of deciding any case involving a substantial question of law as to the interpretation of this constitution or for the purpose of hearing any reference under Article 143 shall be 5 എന്നാണ് ഇതിൽ പറയുന്നത്. ആർട്ടിക്കിൾ 145 ക്ലോസ് 3യിൽ പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ 5. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അക്കോർഡിംഗ് ടു ഇൻകം ടാക്സ് ആക്ട്, സീറോ കൂപ്പൺ ബോണ്ട് മീൻസ് എ ബോണ്ട്, ഓപ്ഷൻ എ ഇഷ്യൂഡ് ബൈ എനി ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ കമ്പനി ഓർ ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ ഫണ്ട് ഓർ പബ്ലിക് സെക്ടർ കമ്പനി ഓർ ഷെഡ്യൂൾഡ് ബാങ്ക് ഓൺ ഓർ ആഫ്റ്റർ ദ ഫസ്റ്റ് ഡേ ഓഫ് ജൂൺ 2005. നിങ്ങൾ ഇത് കൃത്യമായി വായിച്ച് നോക്കിയാൽ മതി. ബി, ഓപ്ഷൻ ബി, ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് നോ പേയ്മെൻറ്റ് ആൻഡ് ബെനിഫിറ്റ് ഈസ് റിസീവ്ഡ് ഓർ റിസീവബിൾ ബിഫോർ മെച്യൂരിറ്റി ഓർ റിഡംഷൻ ഫ്രം ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ കമ്പനി ഓർ ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ ഫണ്ട് ഓർ പബ്ലിക് സെക്ടർ കമ്പനി ഓർ ഷെഡ്യൂൾഡ് ബാങ്ക്. ഇത് നല്ലവണ്ണം വായിച്ചു നോക്കണം. ഓപ്ഷൻ സി, which the central government may by notification in the official gazette specify in this behalf. Option D, all of the above. ഇത് കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നോക്കേണ്ടത് സെക്ഷൻ 2 സബ്സെക്ഷൻ 48 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് എടുത്താൽ മതി. സെക്ഷൻ 2 subsection 48 of the Income Tax Act. Here, zero coupon bond means a bond issued by any infrastructure capital company or infrastructure capital fund or public sector company or scheduled bank on or after the first day of June 2005. അത് മുതൽ ആദ്യത്തെ എ മുതൽ ബി, സി എന്നിവ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കേണ്ടത് സെക്ഷൻ 2 സബ്സെക്ഷൻ 48 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് വായിച്ചു നോക്കിയാൽ മതി. നെക്സ്റ്റ് 33. പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു GST ആർ ഇൻസേർട്ടഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ഓപ്ഷൻ എ ദി Constitution 101st Act 2016. Option B, the Constitution
102nd Act 2016. C. The Constitution 84th Act 2016. And option D, last option D, the Constitution 77 Act 2016. This is very easy. This is crystal clear ആണ് ആൻസർ. എന്തായിരിക്കും ആൻസർ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ആൻസർ എ, ദി കോൺസ്റ്റിറ്റ്യൂഷൻ 101st ആക്ട് 2016. അത് ഒന്നും കൂടി നിങ്ങൾ റെഫർ ചെയ്ത് നോക്കിയാൽ മതി. ദ യൂട്ടിലിറ്റി ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പില്ല് എന്ന് പറയും അല്ലേ, പില്ല്. ദ യൂട്ടിലിറ്റി ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഓപ്ഷൻ എ, ലിബറലൈസ്ഡ് ലോക്കസ് സ്റ്റാൻഡി. B. The proceedings are non-adversarial. Option C. The procedural requirements are liberalized. D. All of the above. ഒരു പില്ലിന് വേണ്ടത് എന്തൊക്കെയാണ് അതിലുള്ള അതിൻ്റെ സവിശേഷതകൾ? ഓപ്ഷൻ എ പറഞ്ഞു, ബി പറഞ്ഞു, സി പറഞ്ഞു. ഇതിൻ്റെ അപ്പോൾ ആൻസർ ഈ മൂന്നും ഇതിലാവശ്യമുണ്ട്. അപ്പോൾ ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദി എബവ്. അതും നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. ഓപ്ഷൻ എന്താണ്? ഡി, ഓൾ ഓഫ് ദി എബവ് ആണ് ഇവിടെ ആൻസർ. അടുത്തത് 35. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു കേസ് ലോ വരുന്നതാണ്, ശ്രദ്ധിച്ച് വായിക്കണം. കേസ് ലോയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. ദ പെറ്റീഷണർ, എ പ്രൊഫസർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് who had done substantial and deeply interested in ensuring proper implementation of the constitutional provisions, challenged the practice followed by the state of Bihar in re-promulgating a number of ordinances without getting the approval of the legislature. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാകും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. The court held that the petitioner as a member of public has sufficient interest to maintain a petition under Article 32. This relates to the case of option A, Paramanand Katara versus Union of India, All India Reporter 1989, SC Supreme Court case അല്ലേ, SC 2039. Option B, DC Wadua versus State of Bihar, All India Reporter 1987, SC 579. Option C, Neeraja Chowdhury versus State of Madhya Pradesh, All India Reporter 1984, SC 1099. And the last option D, Chameli Singh versus State of UP, All India Reporter 1996, SC 1051. ഇത് മിക്കവർക്കും അറിയാം. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ഓർമ്മ വരും. ആൻസർ ബി, DC വാദ്വ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ, ഓൾ ഇന്ത്യ റിപ്പോർട്ടർ 1987, SC 579. ഇത് ഈ കേസ് ഒന്നെടുത്ത് വായിച്ചു നോക്കുക. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 36. Where a legal wrong or a legal injury is caused to person or to a determinate class of persons by reason of violation of any constitutional or legal right, or any burden is imposed in contravention of any constitutional or legal provision, or without authority of law, or any such legal wrong or legal injury or illegal burden is threatened and such person or determinate class of persons by reason of poverty, helplessness or disability, or socially or economically disadvantaged position, unable to approach the court for relief, any member of public can maintain an application for an appropriate direction, order or writ in the High Court under Article 226, and in any case breach of fundamental rights of such persons or determinate class of persons
ഇൻ ദിസ് കോർട്ട് എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ട്. അണ്ടർ ആർട്ടിക്കിൾ 32 സീക്കിംഗ് ജുഡീഷ്യൽ റിഡ്രസ് ഫോർ ദി ലീഗൽ റോങ് ഓർ ലീഗൽ ഇഞ്ചുറി കോസ്ഡ് ടു സച്ച് പേഴ്സൺ, അല്ലേ, ഓർ ഡിറ്റർമിനേറ്റ് ക്ലാസ് ഓഫ് പേഴ്സൺ. ഇത് പറഞ്ഞത് ജസ്റ്റിസ് ഭഗവതിയാണ്. ഏത് കേസിലാണ് ഈ ജസ്റ്റിസ് ഭഗവതി ഇത് പറഞ്ഞത്? ഈ ഏരിയ നിങ്ങൾ നല്ലവണ്ണം വായിച്ചു നോക്കണം. വീണ്ടും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ പീപ്പിൾസ് യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി അശോക് കുമാർ പാണ്ഡെ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. ഓപ്ഷൻ സി എസ് പി ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ഡി ജനതാദൾ വേഴ്സസ് HS ചൗധരി. ഇതിൻ്റെ ആൻസർ മിക്കവർക്കും അറിയാം. ഏതാണ് ആൻസർ വരിക? SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആ കേസിൽ ആണ് ജസ്റ്റിസ് ഭഗവതി ഇത് പറഞ്ഞിട്ടുള്ളത്. അത് വായിച്ചു നോക്കിയാൽ മതി. നമ്മൾ കുറച്ചുകൂടി സ്പീഡിൽ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. 37 ക്വസ്റ്റ്യൻ 37 ഇമ്പോസിഷൻ ഓഫ് കോമ്പൻസേറ്ററി കോസ്റ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഫാൾസ് ഓർ വെക്സേഷ്യസ് ക്ലെയിംസ് ഓർ ഡിഫൻസസ് ഈസ് ഡെൽറ്റ് അണ്ടർ സെക്ഷൻ ഓപ്ഷൻ എ സെക്ഷൻ 33 ഓഫ് CPC. CPC മീൻസ് സിവിൽ പ്രൊസീജിയർ കോഡ്. സെക്ഷൻ 35A ഓഫ് CPC. സെക്ഷൻ ഓപ്ഷൻ സി ആണ് സെക്ഷൻ 30 ഓഫ് CPC. ഓപ്ഷൻ ഡി സെക്ഷൻ 35 ഓഫ് CPC. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഏരിയയാണ്. അത് നല്ലവണ്ണം ഒന്നാലോചിച്ചാൽ ഇതിൻ്റെയും ആൻസർ കിട്ടും. സെക്ഷൻ 35A ഓഫ് CPC എന്ന് വായിച്ചാൽ മതി. കോമ്പൻസേറ്ററി കോസ്റ്റ് ഇൻ റെസ്പെക്ട്